മലയാളി മനസ്സുകളിൽ മായാതെ നിൽക്കുന്ന മണിക്കിലുക്കം വിട പറഞ്ഞിട്ട് ഇന്ന് 9 വർഷം. കലാഭവൻ മണി എന്ന അതുല്യ പ്രതിഭയുടെ നാടൻ പാട്ടുകളുടെ വരികളൊന്നും മൂളാത്ത മലയാളികളുണ്ടാകില്ല. താരപരിവേഷമില്ലാതെ ആടിയും പാടിയും ചിരിച്ചും ചിരിപ്പിച്ചും സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ജീവിച്ച കലാഭവൻ മണി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്ന് 9 വർഷങ്ങൾ പൂർത്തിയായി. മലയാള സിനിമയിലെ ഓൾറൗണ്ടർ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അഭിനയവും ആലാപനവും സംഗീത സംവിധാനവും എഴുത്തും വരെ കലാഭവൻ മണിക്ക് വഴങ്ങി. ഗൗരവമുള്ള സ്വഭാവ വേഷങ്ങളിലൂടെയും വ്യത്യസ്തത നിറഞ്ഞ വില്ലൻ വേഷങ്ങളിലൂടെയും മണി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി. 71 പുതുവത്സര പുലരിയിൽ രാമൻ അമ്മിണി ദമ്പതികളുടെ 7 മക്കളിൽ 6ാമനായി ജനിച്ച മണി ഓട്ടോ ഡ്രൈവറായാണ് ജീവിതത്തിലും സിനിമയിലും അരങ്ങേറിയത്. ഓട്ടോറിക്ഷക്കാരനായി ജീവിതം തുടങ്ങിയ മണി കലാഭവനിലൂടെയാണ് മിമിക്രി രംഗത്ത് സജീവമായത്. പിന്നാലെ കലാഭവനിൽ പയറ്റിത്തെളിഞ്ഞ മണിക്ക് സല്ലാപത്തിലെ ചെത്തുകാരൻ 4 ആൾ അറിയുന്ന വേഷമായി മാറി. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലൂടെ അദ്ദേഹം സിനിമാ മേഖലയിൽ തന്റെ സിംഹാസനം ഉറപ്പിച്ചു. അങ്ങനെ മണിയിലൂടെ പ്രേക്ഷകരും ചിരിക്കാനും കരയാനും തുടങ്ങി. സല്ലാപത്തിലെ ചെത്തുകാരന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് പ്രമുഖ സിനിമാ സംവിധായകർ മണിയെ തേടിയെത്തി തുടങ്ങിയത്. വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ മണി നായകനായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. മലയാളത്തിനപ്പുറം ഇതര ഭാഷകളിലും മണി ഒന്നാന്തരം നടനായി മാറി. സിനിമയിൽ തിരക്കേറിയപ്പോഴും നാടും നാട്ടാരും നാടൻ പാട്ടുമായിരുന്നു മണിയുടെ ജീവൻ. സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് സ്റ്റേജിൽ പാട്ടുപാടി ആൾക്കൂട്ടത്തിനൊപ്പം തന്നെ മണി നിന്നു. ഓണക്കാലത്ത് മണിയുടെ പുതിയ പാട്ട് കാസറ്റിനായി മലയാളികൾ കാത്തുനിന്നിരുന്നു. എവിടെ പോയാലും എത്ര തിരക്കായാലും തന്റെ ചാലക്കുടിയുടെ മണ്ണിലേക്ക് മണി ഓടിയെത്തുമായിരുന്നു. അവിടുത്തെ കാറ്റിലും മണ്ണിലും മഴയിലുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 9 വർഷങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. പക്ഷേ മലയാളി മനസ്സുകളിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുകയാണ്. ചിലപ്പോൾ ചിരിച്ചും മറ്റു ചിലപ്പോൾ കണ്ണു നിറച്ചും മലയാളികളുടെ ഓർമ്മകളിൽ എപ്പോഴുമുണ്ട് കലാഭവൻ മണി.